എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുന്ദരമായ ഈ ഭൂമി ദൈവത്തിന്റെ വരദാനമാണ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഭൂമിയിലുണ്ട്. ശ്വസിക്കാൻ ആവശ്യമായ വായുവും ശുദ്ധമായ ജലവും ഭക്ഷണവും ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നു. ഇത്രയും ശ്രേഷ്ഠമായ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എല്ലാ ജീവജാലങ്ങളും ഭൂമിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. സ്വാർത്ഥത നിറഞ്ഞ ആസൂത്രണത്തിലെ പിഴവുകൾ കൊണ്ട് നമ്മുടെ പരിസരം മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയും ആകാശവും സമുദ്രവുമെല്ലാം മനുഷ്യരിങ്ങനെ മലിനമാക്കിയിട്ടുണ്ട്. ഫാക്ടറികളും വാഹനങ്ങളും തുപ്പുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ സദാ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 27% വർദ്ധിച്ചു. ഇതിന്റെ ഫലമായി ചൂട് വർദ്ധിക്കുന്നു. അതുപോലെ AC, ഫ്രിഡ്ജ് എന്നിവയിൽ പുറത്തു പോകുന്ന ക്ലോറോഫ്ലോറോ കാർബൺ എന്ന രാസവസ്തു ഓസോൺ പടലത്തിൽ സുഷിരങ്ങൾ സൃഷ്ടിക്കുന്നു. വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങൾ നികത്തുന്നതും അതിലെ രാസവളങ്ങൾ പ്രയോഗിക്കുന്നതുമെല്ലാം അതിൽ ജീവിക്കുന്ന ജീവികളുടെ നാശത്തിന് കാരണമാകുന്നു. അതോടൊപ്പം വികസനത്തിന്റെ ഭാഗമായി കുന്നുകൾ ഇടിക്കുന്നതും ഭൂമിയുടെ നാശത്തിന് കാരണമാകുന്നു. അതോടൊപ്പം അതിൽ വസിക്കുന്ന ജീവികളുടെ നാശത്തിനും അത് കാരണമാകുന്നു. വനനശീകരണം സൃഷ്ടിക്കുന്ന മണ്ണൊലിപ്പ് പരിസ്ഥിതിയെ സന്തുലനാവസ്ഥയെ തകർക്കുന്നു. മനുഷ്യരും പ്രകൃതിയിലെ മറ്റെല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. കർഷകന്റെ കലപ്പ എന്നാണ് മണ്ണിനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ഓരോ പുൽക്കൊടിയും ജീവികളും മനുഷ്യർക്ക് ഉപകാരികളാണ്. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മനോഹരമായ രചനയാണ് ഭൂമിയുടെ അവകാശികൾ. അതിൽ പറയുന്നത് പോലെ മനുഷ്യരെ പോലെ തന്നെ മറ്റെല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയിൽ ഇവിടുത്തെ വിഭവങ്ങളിലും അവകാശമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. പക്ഷികൾക്കും ജന്തുക്കൾക്കും മൃഗങ്ങൾക്കും പ്രാണികൾക്കുമെല്ലാം ഈ ഭൂമിയിൽ അവകാശമുണ്ട്. ഇവയൊന്നും ഭൂമിയെ നശിപ്പിക്കുന്നില്ല. പക്ഷേ ബുദ്ധിയുള്ള നമ്മൾ മനുഷ്യർ മാത്രമാണ് ഭൂമിയെ സ്വന്തം സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണ്. 2018 നാം നേരിട്ട വെള്ളപ്പൊക്കവും ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായ വയനാട് ദുരന്തവും ഭൂമിയെ നാം പരിക്കേൽപ്പിച്ചതിന്റെ പ്രത്യാഘാതങ്ങളാണ്. അതുപോലെ ശാസ്ത്രരംഗത്ത് മനുഷ്യർ ഓരോ നിമിഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് പ്ലാസ്റ്റിക് കണ്ടുപിടുത്തം ഇപ്പോൾ നമ്മുടെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനെ വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. എങ്കിലും സ്വന്തം വീടായ ഭൂമിക്ക് കോട്ടം തട്ടാത്ത രീതിയിലായിരിക്കണം നമ്മുടെ മുന്നേറ്റം. ഇതിനു വേണ്ടി മനുഷ്യൻ പരിസ്ഥിതിക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കണം. മാലിന്യങ്ങൾ നല്ല രീതിയിൽ സംസ്കരിച്ചും ജലാശയങ്ങൾ മലിനമാക്കാതെയും മരങ്ങൾ നട്ടുപിടിപ്പിച്ചും വായു മലിനീകരണം നടത്താതെയും നമുക്ക് ഭൂമിയെ സംരക്ഷിക്കാം. സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ പ്രവർത്തനങ്ങളും നാം നമ്മുടെ ഭൂമിയെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടാകണം. കരയെയും ജലത്തെയും അന്തരീക്ഷത്തെയും സംരക്ഷിച്ച് നമുക്ക് പ്രകൃതി സംരക്ഷണ വാഹകരാവാം. നമുക്കെല്ലാവർക്കും നമ്മുടെ അമ്മയായ ഭൂമിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.